ഹൈക്കമാൻഡ് ഇനി പാണക്കാട്. നാടകാന്ത്യം സതീശൻ. അങ്ങനെ നീണ്ട 11 ദിവസത്തെ നാടകങ്ങൾക്ക് ശേഷം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. ഗത്യന്തരമില്ലാതെ ആണ് ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. മെയ് 4-ന് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ 102 സീറ്റുകളോടെ UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞ ഉടൻ തന്നെ 3 ചേരിയായി നിന്ന് അടി തുടങ്ങി. താനാണ് പട നയിച്ചത്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് താനാണ് അർഹനെന്ന് വി ഡി സതീശനും, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല താനാണ് പാർട്ടിയിലെ സീനിയർ, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയായിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി താൻ മാറിക്കൊടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പദം പലപ്പോഴും തന്നിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെന്നും സീനിയോറിറ്റി പരിഗണിച്ച് നോക്കുമ്പോൾ താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഏതാണ്ട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് AICC നിരീക്ഷകരെ ഈ പാർലമെന്ററി കാര്യ പാർട്ടി CLP കൂടുവാനായിട്ട് നടപടിയെടുത്തത്. ആ CLP യോഗത്തിൽ ഭൂരിപക്ഷം MLA മാരും KC വേണുഗോപാലിന് വേണ്ടിയാണ് ശബ്ദിച്ചത്. KCയെ തങ്ങളുടെ CLP ലീഡറായി അവർ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹമാണ് വരേണ്ടുന്നത് എന്ന് KC പക്ഷം അവകാശപ്പെട്ടു. അങ്ങനെ 3 പേരും അവകാശവാദവുമായി നിന്നു. തുടക്കം മുതൽ തന്നെ KCക്കാണ് സാധ്യത എന്ന തരത്തിൽ കാര്യങ്ങൾ കടുത്തപ്പോൾ ഇത്തവണ കൃത്യമായും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന മുസ്ലിം ലീഗും മറ്റ് മാഫിയ സംഘടനകളും അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളെ അടക്കം വിലക്കെടുത്ത് VD അവതാരങ്ങൾ പാടിപ്പുകഴ്ത്തി പടം നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന തരത്തിൽ സ്ലോഗനുകളും ക്യാമ്പയിനുകളും നമ്മൾ ഇന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് ഈ 10 ദിവസം നമ്മൾ കണ്ടത്. ചേരിതിരിഞ്ഞടി. നേതാക്കന്മാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ആളുകളെ ഇറക്കുന്നു, അവിടെ മസിൽ ഷോ കാണിക്കുന്നു, നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ആ നേതൃത്വത്തിന്റെ താടിക്കെട്ട് തട്ടിയ ആ വി ഡി സതീശനെ ഗത്യന്തരമില്ലാതെ ഇന്ന് 12 മണിക്ക് AICCക്ക് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കേണ്ടി വന്നതിൻ്റെ ആ ഗതികേടിൻ്റെ യാഥാർത്ഥ്യം പ്രേക്ഷകർ തിരിച്ചറിയണം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാതെ യാതൊരു കാരണവശാലും മുസ്ലിം ലീഗ് MLA-മാർ ഇന്നത്തെ മീറ്റിങ്ങിന് വരത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. അതുപോലെ തന്നെ കൃത്യമായ സന്ദേശം AICC നേതൃത്വത്തിന് കൊടുത്തു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാത്തിടത്തോളം സമയകാലം ഞങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല, കോൺഗ്രസിനെ പിളർത്തും, UDF-നെ പിളർത്തും എന്ന കൃത്യമായ സന്ദേശം കൊടുത്തു. അതിപ്രകാരമായിരുന്നു. ഇടതുപക്ഷവുമായി ധാരണയുണ്ടാക്കി. LDF-ന്റെ 35 സീറ്റ്, മുസ്ലിം ലീഗിന്റെ 22 സീറ്റ്, ജോസഫ് ഗ്രൂപ്പിന്റെ 7 സീറ്റ്, RSPയുടെ 2 സീറ്റ് കൂടാതെ സതീശിനെ പിന്തുണയ്ക്കുന്ന 7ഓളം MLA-മാരുടെ കൂടുമ്പോൾ ഈ മന്ത്രിസഭയെ അട്ടിമറിച്ച് പുതിയൊരു സംവിധാനം, പുതിയൊരു യുണൈറ്റഡ് ഡെമോക്രാറ്റിക് അലയൻസ് പോലുള്ള ഒരു കൂട്ടായ്മ ഇവർ ഉണ്ടാക്കി ഭരണം കൈയാളുവാനുള്ള ശ്രമം നടത്തും എന്ന് കൃത്യമായ സന്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് യാതൊരു തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് പദ്ധതികൾക്കും തയ്യാറാകാതെ വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഇന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇനിയും 11-ാം ദിവസവും ഇവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കാതെ പോയിരുന്നെങ്കിൽ ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ITV ന്യൂസ് ആ പൊതുജന വികാരം ഇന്നലെ കൃത്യമായി ജനങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാണം കെട്ട ഈ കോൺഗ്രസ് നേതൃത്വം ഇനി ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഡൽഹിയിലായിരിക്കില്ല, പാണക്കാട് ആയിരിക്കും എന്നതാണ്. കാരണം ആ പാണക്കാട്ടെ തങ്ങൾമാരും ലീഗ് നേതാക്കന്മാരുമാണ് ഇനി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. കാരണം മറ്റേ കിണങ്ങളെ കൊണ്ട് യാതൊരു ഗുണവുമില്ല, അവന്മാർ പറഞ്ഞാൽ യാതൊന്നും നടക്കില്ല, അവർക്ക് എതിർക്കുവാനുള്ള ശേഷി പോലുമില്ല എന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നു. അതുകൊണ്ട് ഇനിയും യഥാർത്ഥ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പാണക്കാട്ടെ തങ്ങന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാഫിയ സംഘടനകളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം പിണറായിയുടെ ആ 10 വർഷത്തിന് ശേഷം വീണ്ടും വളരെ കൃത്യമായി സന്തോഷകരമായി തങ്ങൾക്ക് ആ ഭരണം നിർവഹിക്കാൻ സാധിക്കും. പിണറായി
3.0 എന്ന് പറയുന്നത് പോലെ പിണറായിയുടെ ഒരു ഏതാണ്ട് അതേ ഭരണ മോഡായിരിക്കും നമുക്ക് ഇനിയും തുടരുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ വന്നതുകൊണ്ട് തന്നെ പിണറായി വിജയനായിരിക്കും പ്രതിപക്ഷ നേതാവായി വരുവാൻ സാധ്യതയുള്ളത്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ തീരുമാനം വന്ന ഉടൻ തന്നെ രമേശ് ചെന്നിത്തല അതൃപ്തിയിലാണ്. അദ്ദേഹത്തിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർഷിപ്പും ഹോം മിനിസ്റ്ററെയും നൽകാമെന്ന ഓഫറാണ് നൽകിയിരുന്നത് അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാൻ. അദ്ദേഹം KCയുടെ കൂടെ നിന്ന് വീണ്ടും അട്ടിപ്പറികൾ നടത്താതിരിക്കുവാൻ, അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തുവാനാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന പദവിയും ഹോം മിനിസ്റ്റർ എന്ന ആ പദവിയും ആഭ്യന്തര വകുപ്പും അദ്ദേഹത്തിന് നൽകുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എടുത്തത് എന്നാണ്. എന്നാൽ ഇതുവരെ രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോയിരിക്കുകയാണ്. ഗുരുവായൂരിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോയെങ്കിലും ചില കൂടെയുള്ളവന്മാർ മൂപ്പിച്ചു കൊണ്ടുപോയെങ്കിലും രമേശ് ചെന്നിത്തലയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പദവിയില്ലെങ്കിൽ ഒരു പട്ടി പോലും വില തരില്ല, അതുകൊണ്ട് കിട്ടുന്ന പദവി മേടിച്ച് ഈ 5 കൊല്ലം ഈ പരമാവധി എൻജോയ് ചെയ്യുക, അവസരങ്ങൾ മുതലാക്കുക, അതുകൊണ്ട് പദവിയില്ലെങ്കിൽ ഒരു പട്ടിയും നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന യാഥാർത്ഥ്യം നന്നായി അറിയാവുന്നതുകൊണ്ട് രമേശ് ചെന്നിത്തല ഗുരുവായൂരിലൊക്കെ പോയി ഒന്ന് തൊഴുത് തിരിച്ചു വരുമ്പോഴത്തേക്കും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ വേദിയിൽ അദ്ദേഹം കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചിരി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയുമൊക്കെ കണ്ണന്തിരിവുകൾ കഴിഞ്ഞ 10 ദിവസം ഇവിടെ കിടന്ന് ചേരി തിരിഞ്ഞ് അടിയുണ്ടാക്കിയവന്മാർ ഇന്ന് വന്ന് പറയുന്നു ടീം യു ഡി എഫിന്റെ ശക്തിയാണിത്, ഞങ്ങളുടെ ഇടയിൽ എതിർപ്പില്ല, ഒറ്റ സ്വരമാണ് എന്നൊക്കെ പറയുന്നു. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ, പാണക്കാട്ടെ തങ്ങന്മാരില്ലായിരുന്നുവെങ്കിൽ, അവർ ഇതുപോലെ ബലം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ടീം UDF ഉണ്ടാകുമായിരുന്നു എന്ന് ആരും ചോദിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞതൊക്കെ മായ്ച്ചു കളയുക, ഇന്നലെ വരെ കഴിഞ്ഞ 11 ദിവസങ്ങൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയുവാൻ ഏഷ്യാനെറ്റ് അടക്കം ഓവർ ടൈം 3 പേര് രാവിലെ മുതൽ അവരെ സമ്മതിക്കണം. വി ഡി സതീശൻ ദയവായി ഈ ഓവർ ടൈം പണിയെടുത്ത ഏഷ്യാനെറ്റിലെ ഈ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിനു വി ജോണിനും സിന്ധുവിനും അതുപോലെ തന്നെ അബ്ജോദിനും മറ്റുള്ള അവതാരകർക്കുമെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യമായി സപ്പോർട്ട് ചെയ്യണം. കാരണം അവർ ഓവർ ടൈം പണിയെടുത്ത് നന്നായി സതീശനെ സഹായിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ ജനവിധിയാണ്. ഇത് ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ പറയുമ്പോഴും ഈ പാണക്കാട്ടെ ആ എഫക്റ്റും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദവും ഒന്നും ഇവർ ചർച്ച പോലും ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. എത്ര കൃത്യമായ ഒരു കൊട്ടേഷനാണ് ഇത് ഏറ്റെടുത്തതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ശരി, അങ്ങനെ സതീശൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൊണ്ട കെട്ടി. ഇനി ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എവിടെ ഹൈക്കമാൻഡില്ല, ദേശീയ നേതൃത്വമില്ല, എല്ലാം ഉള്ളത് നമുക്ക് മലപ്പുറത്തായിരിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ടീം UDF എന്ന് അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ ദിവസം യുവമാർ കൂടി നിന്ന് ആലോചിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സംഘർഷഭരിതമായ ആ രംഗം ഒന്ന് കണ്ട ശേഷം ഉടനെ തിരികെ വരാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫലപ്രഖ്യാപനം വന്ന ഉടൻ തന്നെ സതീശന്റെ അടിമകൾ എന്നെ വിളിക്കുകയുണ്ടായി. നല്ല മുട്ടൻ തെറികളുടെ അകമ്പടിയോടെ ഭീഷണിയുമൊക്കെ എനിക്ക് നേരെ മുഴക്കുകയുണ്ടായി. നിന്റെ ചാനൽ പൂട്ടും, നിനക്ക് സമാധാനമായോ, ഇനിയും ശബ്ദിച്ചാൽ നിന്റെ ചാനൽ പൂട്ടിക്കളയും, നിന്നെ ഇല്ലാതാക്കും എന്നൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് അവർ മുഴക്കിയത്. ഇത്തരം അടിമകളോട് പറയുവാനുള്ളത്, ഇതിലും വലിയ പെരുന്നാൾ വന്നപ്പോൾ, ഇതിലും വലിയ വെടിക്കെട്ട് നടന്നപ്പോൾ അപ്പാപ്പം കുലുങ്ങിയിട്ടില്ല എന്നാണ്. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിരുന്നു, ഈ കേരളം എന്ന് പറയുന്നത് വടശ്ശേരി ദാമോദരൻ സതീശന്റെ പിതാവിൻ്റെ സ്വത്തല്ല. അതുകൊണ്ട് തന്നെ
ഇവിടെ ശബ്ദിക്കുവാനും സംസാരിക്കുവാനും മാധ്യമപ്രവർത്തനം നടത്തുവാനുമുള്ള ആ അവകാശവും സ്വാതന്ത്ര്യവും എനിക്ക് ഭരണഘടന നൽകിയിട്ടുള്ളിടത്തോളം കാലം ഞാനത് തുടരും. ഇതിനു മുമ്പും വലിയ താപ്പാനകൾ ഇവിടെ വന്നു പോകുന്നതും നാണം കെട്ട് പോകുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിലും വലിയ റെയ്ഡും ഭീഷണിയും കേസും കൂട്ടവും ഒക്കെ കണ്ടിട്ടും ഇന്നും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് വിനീതമായി ഓർപ്പിക്കുന്നു. അതുപോലെ ആ വിരട്ടും ആ ഭീഷണിയും ഒക്കെ മടക്കി നാലായി മടക്കി എവിടെ അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ITV ന്യൂസ് ഇവിടെ കാണും. ഒരു ശക്തമായ ഒരു പ്രതിപക്ഷമായി ഞങ്ങൾ വർത്തിക്കുകയും ചെയ്യും. ഇത്രയും കാലം തുടർന്നു വന്നതുപോലെ തന്നെ അതിൽ നിന്നും ഒരു അണുവിട പിന്നോട്ട് പോകാതെ സധൈര്യം ഞങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഈ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഞങ്ങൾ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യും, അവരോടൊപ്പം ഉണ്ടാവും. അതല്ലാതെ ജനവിരുദ്ധമായ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കുവാനും ഞങ്ങൾ കാണുമെന്ന് വിനീതമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് VD സതീശൻ തൻ്റെ ആ പ്രഖ്യാപനം അറിഞ്ഞ ശേഷം ജനങ്ങളോട് നടത്തിയ പ്രതികരണമാണ്. ഇന്നലെ വരെ അദ്ദേഹം ഇരിക്കുന്നത് നമ്മൾ കണ്ടു, അദ്ദേഹം ചെയ്ത ചെയ്തികളെല്ലാം കണ്ടു. നേതാക്കന്മാരെയെല്ലാം വിരട്ടി, മുസ്ലിം ലീഗിലെ നമ്മുടെ അണ്ണന്മാരെ കൊണ്ടെല്ലാം വിരട്ടി, LDFിൻ്റെ കൂടെ നിന്ന് ഭരണം അട്ടിമറിച്ച് പാർട്ടിയെ പൊട്ടിച്ചിതറിക്കുമെന്ന് പറഞ്ഞ ആ മുതൽ ഇന്ന് ടീം UDFിനെ കുറിച്ച് വാചാലനാക്കുന്നത് കണ്ടാലും എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടുകൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും, പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. നല്ല ഒരു ടീം ബിൽഡ് ചെയ്ത്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ടീമിനായിരിക്കും ചെയ്യാം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും പറയുന്നു. കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു.
ഞാൻ പറഞ്ഞല്ലോ. ഒരു നാണക്കേടുമില്ല. ഇതൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വിവിധ പാർട്ടികൾ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ എത്രയോ സമയം എടുത്തിട്ടുണ്ട്. ചരിത്രം അറിയാതെ അങ്ങനെ കുറ്റപ്പെടുത്തരുത്. നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവരതിന്റെ എല്ലാ ഭാഗവും പരിശോധിച്ച് ഒരു കാലത്തും നടക്കാത്ത തരത്തിൽ MLA-മാരുമായി MP-മാരുമായി സീനിയർ നേതാക്കളുമായി എല്ലാവരും ആയി നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ്. കോൺഗ്രസ് പാർട്ടി സാധാരണ ഒരു പാർട്ടിയല്ല, ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഒരുപാട് നേതാക്കൾ, കഴിവുള്ള മികച്ചവരായ നിരവധി നേതാക്കന്മാർ MLA-മാരായി ജയിച്ചു വന്നവരിലുണ്ട്. കഴിവുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ജനങ്ങൾ UDF-നെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അവർ UDF-നെ പിന്തുണച്ചിട്ടുണ്ട്, വൻ വിജയം നൽകിയിട്ടുണ്ട്. അതിനവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളറിയാലോ, ഞങ്ങൾ ടീം UDF ആയിട്ടാണ് നിന്നത്. ടീം UDF ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. എല്ലാ നേതാക്കളും, പ്രിയങ്കരായ സാദിഖ് അലി തങ്ങൾ, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഏറ്റവും സീനിയറായിട്ടുള്ള ശ്രീ PJ ജോസഫ് സാറ്, ശ്രീ പ്രേമചന്ദ്രനും ശ്രീ ഷിബു ബേബി ജോണും ഒക്കെയുള്ള RSP, CP ജോൺ ഞങ്ങളുടെ UDF-ന്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ രാജൻ ബാബു, ശ്രീ മാണി സി കാപ്പൻ, ശ്രീ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഒരു ഒറ്റ പാർട്ടി, ഒരു പാർട്ടിയെ പോലെയാണ് അവരെല്ലാം പ്രവർത്തിച്ചത്. അവരെ എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോകും, ഇനിയും പോകും. എങ്ങനെ? അല്ല, അത് പാർട്ടിയായിട്ടും ഘടകകക്ഷികളുമായിട്ടും ആലോചിച്ച് ഗവർണറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. അത് ഇപ്പോ നിങ്ങളെല്ലാം ആദ്യം കാണുന്നു. എല്ലാ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഗവർണറുമായിട്ട് ആലോചിച്ച് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ശേഷമുള്ളൊരു നടപടിക്രമമുണ്ട്. അത് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല, ഇതൊന്നും കൂട്ടായി തീരുമാനിക്കുന്നു. വരട്ടെ, ഞാനല്ലല്ലോ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് നിർദ്ദേശിക്കുന്നത്. ഞാനല്ല തീരുമാനിക്കുന്നത് മന്ത്രിമാരെ. എന്നോട് അഭിപ്രായം ചോദിക്കും പാർട്ടി, മറ്റു നേതാക്കളോട് അഭിപ്രായം ചോദിക്കും, എന്നിട്ട് പാർട്ടിയാണ് അത് ചെയ്യുന്നത്. ഏറ്റവും തമാശകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ 11 മണി വരെ ശക്തമായി പിടിച്ചുകൊണ്ടിരുന്ന KC വേണുഗോപാൽ കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ടുവന്നതെന്ന് പറഞ്ഞു. എനിക്ക് വളരെയേറെ സന്തോഷമായി. ഞാൻ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു. എന്നാൽ കഴിയാവുന്ന സകല സഹായങ്ങളും VD സതീശന് കൊടുക്കും എന്ന് KC വേണുഗോപാൽ പറയുന്നത് ചിരിച്ചുകൊണ്ട് വേണോ അതോ കരഞ്ഞുകൊണ്ട് വേണോ കാണുന്നത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDF-ന്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തക നിലയിൽ അത് ശിരസാ വഹിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസ
അതുപോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതറിഞ്ഞ് കേരളത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന വിഭാഗങ്ങളുണ്ട്. അതിലെ ചില വിഭാഗങ്ങളാണ് കേരളത്തിലെ പൈശാചികദാസന്മാരായ പാച്ചർമാർ, കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളായ മെത്രാന്മാർ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കച്ചവടം ചെയ്യുന്ന കുട്ടിച്ചാത്തൻ സേവാ സംഘം, ഇവന്മാരെല്ലാം സാത്താൻ സേവകരൊക്കെ വളരെയേറെ സന്തോഷമാണ്. കാരണം ഇവരുടെയെല്ലാം പ്രിയങ്കരനാണ്, പ്രിയപ്പെട്ടവനാണ്, സംരക്ഷകനാണ് വി ഡി സതീശൻ. അന്നേരം ഇനി വരാൻ പോകുന്ന 5 കൊല്ലം കേരളത്തിലെ പൈശാചിക സഭാ പ്രസ്ഥാനങ്ങളിലെ കൂദാശ കുർബാന നൈറ്റ് തൊഴിലാളികളും ആത്മീയ വ്യഭിചാരി സംഘങ്ങളുമെല്ലാം വളരെയേറെ സന്തോഷത്തിലാണ്. കാരണം അവരുടെയെല്ലാം തലതൊട്ടപ്പനായ, അവരുടെയെല്ലാം പ്രിയങ്കരനായ, അവരുടെ അടുത്തെല്ലാം പോയി കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള വി ഡി സതീശനാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കരുതുന്നു, അവരെ ശക്തമായി വിമർശിക്കുന്ന, അവന്മാരുടെ കച്ചവടം പൂട്ടാൻ ശ്രമിക്കുന്ന ITVയെയും സുനിൽ മാത്യുവിനെ ഒതുക്കുവാനും ITV സുനിലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനും ഇനി സാധിക്കും. കാരണം ഞങ്ങളുടെ തലവറാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് ഈ ആത്മീയ വ്യഭിചാര സംഘത്തിൻ്റെ സന്തോഷത്തിന് പ്രധാന കാരണം. അപ്രകാരം സംഭവിച്ചാലും പറയാനുള്ളത്, ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത് ജയിലാണോ ടിപ്പറാണോ മുന്നിലേക്ക് വരുന്നത് എന്ന് കരുതിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടലുകൾ, ഓലപ്പിപ്പികൾ കാണിച്ച് പേടിപ്പിക്കുവാൻ നോക്കണ്ട. ഇതൊക്കെ മലരാണ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ പണികൾ എപ്രകാരം പോകുന്നു അപ്രകാരം തന്നെ പോകും. ഏതവൻ വന്നാലും, ഏത് കൊടികെട്ടിയവൻ വന്നാലും 1 ഇഞ്ച് പേടിക്കില്ല, പിന്നോട്ട് പോകില്ല എന്ന് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അത്തരം സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ പോലെ 4 ലോഹയുടെ പോക്കറ്റിലോ അതല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിലോ തിരികെ കൊള്ളുക. അത്തരം പേടിപ്പിക്കലുകളോ വിരട്ടലുകളോ ഒന്നും വേണ്ട. മര്യാദയ്ക്ക് ആ കിട്ടിയ പദവികൾ വിനിയോഗിച്ച് ജനസേവനത്തിന് കൊടുത്ത് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. അല്ലാതെ ആ കിട്ടിയ പദവി വെച്ച് അങ്ങ് നെഞ്ചത്ത് കയറാമെന്ന് തോന്നിയാൽ തെറ്റി. കാരണം അപ്രകാരം നെഞ്ചത്ത് കയറാൻ ശ്രമിച്ച ഒരു കുഞ്ഞിക്കൂനൻ ഇപ്പോൾ ഇവിടെ റിസർവ് ബാങ്കിൻ്റെ അവിടെ ഒരു വാടക വീട്ടിൽ കുത്തിയിരിപ്പുണ്ട്. എന്തൊക്കെയായിരുന്നു പുകല്? 10 കൊല്ലം തുള്ളിച്ചാടി അങ്ങ് ഒലത്തും എന്ന് പറഞ്ഞ് പലപ്രാവശ്യം കയറി ഇറങ്ങി, പലപ്രാവശ്യം നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ ശ്രമിച്ചു. പക്ഷേ ആത്യന്തികമായി സത്യം വിജയിച്ചു. അതുകൊണ്ട് സത്യമേവ ജയതേ, സത്യമേ വിജയിക്കുള്ളൂ. ഞങ്ങൾക്ക് ഇയാളോട് പേഴ്സണലായി യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെയാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത്, വിമർശിക്കുന്നത്, നാളെയും വിമർശിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം പോലെ ഈ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഉണ്ടാവും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു. വിരട്ടലോ ചീത്തവിളിയോ ഭയപ്പെടുത്തലോ ഒന്നും ഇങ്ങോട്ടെടുക്കണ്ട, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.